തൃശൂർ കുന്നംകുളത്ത് ലഹരി വിൽപ്പന ചോദ്യം ചെയ്ത പിതാവിന് മകന്റെ ക്രൂരമർദ്ദനം. കുന്നംകുളം സ്വദേശിയും 77കാരനുമായ സൈമണിനാണ് മർദ്ദനമേറ്റത്. 600 പാക്കറ്റോളം പുകയില ഉൽപ്പന്നങ്ങളുമായി ജോബിയെ കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസ് പിടികൂടിയിരുന്നു. ഇത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് മർദ്ദനം. ജോബി ഒളിവിലാണ്. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, ക്രൂരമായാണ് ഈ മകൻ പിതാവിനെ മർദ്ദിച്ചിരിക്കുന്നത്. ഈ മകനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? ലഹരി വിൽപ്പന അല്ലെങ്കിൽ ലഹരി മറ്റുള്ളവർക്ക് നൽകുന്നതിനെതിരെ അത് ചോദ്യം ചെയ്തതിനാണ് 77കാരനായിട്ടുള്ള പിതാവിന് മകന്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. തൃശൂർ കുന്നംകുളത്താണ് സംഭവം നടന്നിട്ടുള്ളത്. ലഹരി വിൽപ്പന, അതായത് സൈമന്റെ മകൻ ഈ പതിവായിട്ട് സൈമന്റെ മകന്റെ പേര് ജോബി എന്നാണ്. ഈ ജോബി സ്ഥിരമായിട്ട് ഈ ലഹരി വിൽപ്പന നടത്താറുണ്ട്. പാൻ മസാല അടക്കം ആ പ്രദേശത്തൊക്കെ വിൽപ്പന നടത്താറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം 600 പാക്കറ്റോളം പുകയില ഉൽപ്പന്നങ്ങളുമായിട്ട് ജോബിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിതാവ് ഇത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മകനോട് ശാസിക്കുന്നതിനിടയിലാണ് പ്രകോപിതനായിട്ടുള്ള മകൻ ജോബി 77കാരനായിട്ടുള്ള സൈമണെതിരെ അക്രമം അഴിച്ചുവിട്ടത്. ശരീരത്താസകലം ഈ സൈമണ് പരിക്കേറ്റിട്ടുണ്ട്. മകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുക്കുന്നു. അത് ചോദ്യം ചെയ്യുന്ന അച്ഛനെ മർദ്ദിക്കുന്നു. പിന്നാലെ ഈ സൈമൺ ഈ ജോബി എന്ന് പറയുന്ന മകൻ ഒളിവിൽ പോവുകയായിരുന്നു. അപ്പൊ ജോബിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പാൽമസാലയ്ക്ക് അപ്പുറം മറ്റ് സിന്തറ്റിക് ലഹരികളും അല്ലെങ്കിൽ മാരക ലഹരി വസ്തുക്കളും ഇയാൾ ഉപയോഗിക്കുന്നതായിട്ടാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. അങ്ങനെയെങ്കിൽ ആ ലഹരി വസ്തുക്കളും ഇയാൾ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ഈ സൈമണെ മർദ്ദിച്ചിട്ടുള്ള മകൻ ജോബിക്കായിട്ടുള്ള തെരച്ചില് പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. കെ പി.